അഗാധമായ പ്രാധാന്യത്തോടെ പെസഹ ആചരിച്ച യേശുവിനെ മാതൃകയാണ് ക്രിസ്ത്യാനികൾ പിന്തുടരേണ്ടത്. കുരിശു മരണത്തിൻ്റെ വാർഷികത്തിൽ എല്ലാ വർഷവും ക്രിസ്തുവിൻ്റെ ത്യാഗത്തെ അനുസ്മരിക്കുന്ന വേളയിൽ ഈ കൽപ്പന എന്നേക്കുമായി പാലിക്കാനുള്ള ദൈവിക കൽപ്പനയെ നമുക്ക് ഓർക്കാം. ഈ അർത്ഥവത്തായ സന്ദർഭത്തെ ആദരവോടും അനുസരണയോടും സമീപിക്കാം. ഈ പവിത്രമായ കൽപ്പനയിൽ പങ്കുചേരുമ്പോൾ അത് അയോഗ്യമായി എടുക്കുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകുന്നു. തിരുവെഴുത്തുകളുടെ വാക്കുകൾ നമുക്ക് ഓർക്കാം. ഇത് നമ്മുടെ യോഗ്യതയെക്കുറിച്ചല്ല, മറിച്ച് നാം അത് ആചരിക്കുന്ന രീതിയെക്കുറിച്ചാണ്. നിശ്ചിത സമയത്ത് പെസഹ ആചരിക്കാൻ ഇസ്രായേലിയരോട് നിർദ്ദേശിച്ചതുപോലെ നാമും തിരുവെളിപ്പാടിലുള്ള സമയത്തെ മാനിക്കേണ്ടതാണ്. ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും ആത്മാർത്ഥമായ ഹൃദയത്തോട് സ്വീകരിച്ച് ഭക്തിയോട് ഈ ഓർമ്മച്ചടങ്ങിലേക്ക് നാം സമീപിക്കാം. ആത്മീയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരാതിരിക്കാനായി അതിനെ യോഗ്യമായി ആചരിക്കേണ്ടതാണ്. ആദ്യ ശതാബ്ദിയെ അപ്പോസ്തലന്മാരുടെ കീഴിലുള്ള ദൈവസഭ നിശ്ചിത സമയത്ത് വർഷത്തിലൊരിക്കൽ തുടർച്ചയായി ആചരിച്ചിരുന്നു. അന്നും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ ആചരിക്കപ്പെടുകയായിരുന്നു. പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം 3-ാം വാക്യത്തിൽ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ നാളുകളെ പരാമർശിക്കുന്ന ഈ ഉത്സവം പെസഹയ്ക്ക് ശേഷം നടക്കുന്നു. യേശുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷവും ഈ ദിനങ്ങൾക്ക് പ്രാധാന്യമുണ്ടായിരുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. അതിന് പ്രാധാന്യമില്ലായിരുന്നുവെങ്കിൽ ഈ വിവരങ്ങൾ എഴുതി പിടിപ്പിക്കേണ്ടതില്ലായിരുന്നു. പ്രാരംഭ ക്രിസ്ത്യാനികൾ ഈ ഉത്സവങ്ങളിൽ മൂല്യങ്ങളും ആത്മീയതയും കണ്ടെത്തിയിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നു. ക്രിസ്തുവിനെ നിഷേധിച്ചവർക്കല്ല, വിശ്വസിച്ചവർക്കും ഈ ദിവസങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നു. ഈസ്റ്റർ എന്ന പദം തെറ്റായ പരിഭാഷയാണ്. ഗ്രീക്ക് പദമായ പസ്ക, അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ പാസ്ഓവർ, യഥാർത്ഥ അർത്ഥം പെസഹ എന്നതാണ്. ഇത് മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 2, 17, 19 എന്നിവ പോലെയുള്ള മറ്റു ഭാഗങ്ങളിൽ ശരിയായി പരിഭാഷ ചെയ്തിരിക്കുന്നു. അപ്പോസ്തലന്മാരുടെ സഭ ആണ്ടുതോറും ഒരു പ്രാവശ്യം കർത്താവിൻ്റെ അത്താഴവും പെസഹ ഉത്സവവും ആചരിച്ചിരുന്നു. യേശുവിൻ്റെ മാതൃക പിന്തുടർന്ന് അവർ ഈ ആചാരത്തിൽ ഭാഗം വഹിച്ചിരുന്നു. പ്രാരംഭ ക്രിസ്ത്യാനികളും അപ്പോസ്തലന്മാരും ഈ ആചാരത്തെ ഭക്തിപൂർവവും അനുസരണാപൂർവവും ആയി തുടർന്നത് കാണാം. പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം 6-ാം വാക്യത്തിലും 12-ാം അധ്യായം 3 മുതൽ 4 വരെയുള്ള വാക്യത്തിലും കാണുന്നത് പോലെ പെസഹയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ അതേ ദിവസം തന്നെ എല്ലാ വർഷവും കർത്താവിൻ്റെ അത്താഴം ആചരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്രിസ്തുവിൻ്റെ ത്യാഗത്തെ ആദരിക്കുന്നതിനും ബൈബിൾ മാതൃക പിന്തുടരുന്നതിനുമുള്ള ഒരു മാർഗമായാണ് ഈ വാർഷിക ആചരണം.